നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സാമ്പത്തിക അന്വേഷണങ്ങളും ഗൗരവകരമായ ചില സൂചനകളാണ് നൽകുന്നത്. CJ റോയിയുടെ ഡയറിയിൽ നിന്നും മരണത്തിന് മുൻപ് എഴുതിയ നിർണായക വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിലേക്ക് നയിച്ച കാരണങ്ങളിലേക്കും ബിസിനസ് പ്രതിസന്ധികളിലേക്കും വെളിച്ചം വീശുന്നവയാണ് ഈ കുറിപ്പുകൾ. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടതാണ് മരണകാരണമായെന്നും സൂചനകൾ വരുന്നുണ്ട്. ഒപ്പം ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റും തമ്മിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സഹകരണ കരാറുകളും മാറിയ നിയമ സാഹചര്യങ്ങളും CJ റോയിയെ പോലുള്ള വൻകിട നിക്ഷേപകരെ എങ്ങനെ ബാധിക്കുന്നു എന്നതും ഇപ്പോൾ ചർച്ചയിലുണ്ട്. 2018 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ഉഭയകക്ഷി കരാറാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ കരാർ പ്രകാരം നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംശയിക്കുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ഇന്ത്യയും UAEയും ബാധ്യസ്ഥരാണ്. മുൻകാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെ നിക്ഷേപങ്ങളുടെ സ്രോതസ് വെളിപ്പെടുത്തുന്നതിൽ ഉണ്ടായിരുന്ന ഇളവുകൾ ഇതോടെ ഇല്ലാതെയായി. വിദേശത്ത് നിക്ഷേപിച്ചിരുന്ന പണം ഇന്ത്യയിൽ നിന്ന് നിയമപരമായ രീതിയിൽ സമ്പാദിച്ചതാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ നിക്ഷേപകർക്കുണ്ട്. UAE അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമങ്ങളിൽ 2025 10-ാം നമ്പർ ഫെഡറൽ ഡിക്രിയിലൂടെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഈ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. പുതിയ ഭേദഗതി പ്രകാരം ഒരു നിക്ഷേപം നിയമവിരുദ്ധമായ പണം ഉപയോഗിച്ചാണ് നടത്തിയതെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടാൽ കോടതി ഉത്തരവുകളില്ലാതെ തന്നെ ആ ആസ്തികൾ താൽക്കാലികമായി മരവിപ്പിക്കാനും കണ്ടുകെട്ടാനുമുള്ള അധികാരം UAE ഭരണകൂടത്തിനുണ്ട്. ഈ നിയമം മുൻകാല നിക്ഷേപങ്ങൾക്കും ബാധകമാണ് എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. റോയിയെ പോലെയുള്ള ഒരാൾക്ക് തന്റെ നിക്ഷേപങ്ങളുടെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ വരികയും ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് ആ പണത്തിന്റെ സ്രോതസ്സിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ UAEയിലെ ആസ്തികൾ കണ്ടുകെട്ടപ്പെടുമെന്ന ഭീഷണി അദ്ദേഹം നേരിട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന കണ്ടെത്തലുകൾ അതീവ രഹസ്യമായി UAE അധികൃതർക്ക് കൈമാറാനുള്ള സംവിധാനവും ഈ കരാറിലുണ്ട്. ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് നടത്തുന്ന റെയ്ഡുകളും പിടിച്ചെടുത്ത രേഖകളും UAEയിലെ സാമ്പത്തിക അതോറിറ്റികളുമായി പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ സംരംഭകന്റെ പ്രതിച്ഛായയെയും ബിസിനസ് നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. സിനിമ, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ബിനാമി നിക്ഷേപങ്ങൾ ഈ പണമിടപാടുകളിൽ ഉണ്ടോ എന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടി വന്നതോടെ സ്വന്തം ആസ്തികൾ മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കേണ്ടി വന്നത് CJ റോയിയെ അതീവ സമ്മർദ്ദത്തിലാക്കി എന്നാണ് സാഹചര്യങ്ങളിൽ നിന്നും നിരീക്ഷിക്കപ്പെടുന്നത്. CJ റോയി നേരിട്ട സാമ്പത്തിക സമ്മർദ്ദവും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ആഴത്തിലുള്ള വിശകലനം അർഹിക്കുന്നതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെത്തി പരിശോധന നടത്തിയ നടപടി CJ റോയിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയ പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി വകുപ്പിന്റെ തുടർച്ചയായ റെയ്ഡുകൾ അവരുടെ വിശ്വാസ്യതയെ ബാധിക്കാം. പ്രത്യേകിച്ചും കേരളത്തിലെ ഉദ്യോഗസ്ഥർ കർണാടകയിലെത്തി പരിശോധന നടത്തിയത് അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകുന്നതായും വർഷങ്ങളായി കെട്ടിപ്പടുത്ത അന്തസ്സ് തകർന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം മാനസിക സമ്മർദ്ദത്തിന്റെ ആഴം കൂട്ടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾ UAE അധികൃതർക്ക് കൈമാറുമെന്ന ഉറപ്പായ വിവരമാണ് അദ്ദേഹത്തെ തളർത്തിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ വാദം ശക്തമാകുന്നുണ്ട്. 2018 ഉഭയകക്ഷി കരാർ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യയിൽ നിന്നുണ്ടായ യാതൊരു കുറ്റപത്രവും UAEയിലെ അദ്ദേഹത്തിന്റെ വൻതോതിലുള്ള ആസ്തികൾ മരവിപ്പിക്കുന്നതിനോ കണ്ടുകെട്ടുന്നതിനോ കാരണമാകുമായിരുന്നു. വിദേശത്ത് ബിസിനസ് തകർന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകളെയും നിക്ഷേപകരുമായുള്ള ബന്ധത്തെയും പാടെ തകർക്കുമെന്ന ഭീതി ഒരു പ്രമുഖ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ അദ്ദേഹത്തിന്റെ മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത് എന്നാൽ അത് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്റെ വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടുവെന്ന് അദ്ദേഹം ഡയറിയിൽ കുറിച്ചത് ഈ ഭീതിയുടെ പ്രതിഫലനമായാണ് പല ആളുകളും നിരീക്ഷിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം ആവശ്യമുണ്ട്, കൃത്യമായ അന്വേഷണവും ആവശ്യമുണ്ട്.